Hello, welcome to the next lecture on programming in C, and in this lecture we'll be covering functions. Okay, so what are functions? Function endana? It is basically block of code that performs a specific ടാസ്ക്. ആക്ച്വലി നിങ്ങൾ ഇതുവരെ ഇത്രയും നാൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 2 ഫങ്ഷനെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? സ്കാൻഎഫ്, പ്രിൻറ്റ്എഫ്. ഈ 2 ഫങ്ഷൻ നിങ്ങൾ എന്തായാലും ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതെന്താ ചെയ്യുന്നത്? സ്കാൻഎഫ് എന്താ ചെയ്യുന്നത്? സ്കാൻഎഫ് ഇറ്റ് റീഡ്സ് എന്താണ് some data that we enter through the keyboard and stores it into a variable that we give. Similarly, printf എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഒരു വേരിയബിളിനെ ഇറ്റ് പ്രിൻറ്റ്സ് ഇൻ ടു ദ സ്ക്രീൻ അല്ലേ? അങ്ങനെ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള യൂസറിനെ ഒന്ന് റീഡ് ചെയ്യാനും യൂസറിനെ കാണാൻ റൈറ്റ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന 2 ഫങ്ഷനാണ് സ്കാൻഎഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ഫങ്ഷൻ ഇത് ഓൾറെഡി സീഡുള്ളതാണ്. ഇതിനെ നമ്മൾ പറയുന്നത് ദീസ് ആർ കോൾഡ് എന്താണ്? സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസ്. ഓക്കെ, ഇതിനാണ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസ് പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ഉണ്ട്. ഇത് എവിടെ ഉള്ളത്? ഇത് ദീസ് ആർ ലൊക്കേറ്റഡ് ഇൻ സംതിങ് നോൺ ആസ് എ ഹെഡർ ഫയൽ. ഈ ഹെഡർ ഫയലാണ് നിങ്ങൾ എങ്ങനെ ഹാഷ് ഇൻക്ലൂഡ് stdio .h എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നില്ലേ? ഇതിൽ ഈ stdio എന്ന് പറയുന്നതാണ് ഹെഡർ ഫയൽ. ഓക്കെ, അപ്പം ഈ 2 സാധനം ദിസ് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫങ്ഷൻസ് ദേ ആർ ഓൾറെഡി സ്റ്റോർഡ് വിത്തിൻ ദിസ് ഹെഡർ ഫയൽ നോൺ ആസ് stdio.h. അത് നമ്മൾ ആവശ്യത്തിന് നമ്മൾ എടുക്കണം. അപ്പോൾ ഇത് കമ്പൈലർക്ക് ഈ സ്കാൻഎഫ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. സ്കാൻഎഫ് എവിടെയാണെന്ന് അറിയണം. അത് സ്കാൻഎഫ് കണ്ട എന്ത് ചെയ്യണമെന്ന് അറിയാനായിട്ട് അതെന്താണ് ചെയ്യേണ്ടത്, ആ ഫംഗ്ഷൻ ഡെഫിനിഷൻ, ആ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തേക്കുന്ന stdio.hൽ. അപ്പോൾ ആദ്യമേ നമ്മൾ അതുകൊണ്ടാണ് ആദ്യമേ ഇത് കൊടുക്കുന്നത് കമ്പൈലർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, stdio.hൽ കയറി ഈ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്ന് പറയാനായിട്ട്. ഓക്കെ, അനദർ എക്സാമ്പിൾ എന്താണ്? sqrt, സ്ക്വയർ റൂട്ട്, ആൻഡ് ഇറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ math.h. math.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് ഈ sqrt എന്ന് പറയുന്ന ഈ പ്രീഡിഫൈൻഡ് അതായത് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ ഉള്ളത്. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾ ഇത് പലതും കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു ലെക്ചറിൻ്റെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ഈസ് നോൺ ആസ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ഓക്കെ, some of you have used this before. User defined function means what? It is created by the user, right? For what? Again, to execute or do a specific task. അത്രേ ഉള്ളൂ, സിമ്പിളാണ്, നത്തിങ് കോംപ്ലിക്കേറ്റഡ് ദർ. നേരത്തെ എന്ന് വെച്ചാൽ ഇതും ഫംഗ്ഷനാണ്, പക്ഷേ ഇതെന്താ ചെയ്യേണ്ടത്, ഈ ഫംഗ്ഷൻ വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഓൾറെഡി ഡിഫൈൻഡ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്വന്തമായിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് അതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ട് അതിനൊരു പേരൊക്കെ കൊടുത്ത് നിൽക്കും. ലെറ്റ് us see an example. ഓക്കെ, കൺസിഡർ ദിസ് എക്സാമ്പിൾ. ഇതാണ് നമ്മുടെ ഒരു ഇതിൽ നമ്മുടെ ഇത്രയും കാലം നമ്മൾ യൂസ് ചെയ്തിരുന്ന മെയിൻ ഫംഗ്ഷൻ ഏതാണ്? ഇവിടെ വരെയാണുള്ളത്. ഇത്രയാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, ഇൻറ്റ് മെയിൻ വാട്ട് എവർ വി. ഇതിൽ നമ്മൾ നേരത്തെ ഇതുവരെ യൂസ് ചെയ്യാതിരുന്ന കുറച്ച് സാധനങ്ങളാണ് ഇത് ഇത്രയും ഏരിയ, പിന്നീട് എന്താണ് ഈ ഒരു സാധനം. ഇത് സിമിലറായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മെയിനിൻ്റെ അകത്ത് നമ്മൾ ഫംഗ്ഷൻ കോൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴും പിന്നെയുണ്ട് പ്രിൻറ്റ്എഫ്, സ്കാൻഎഫ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. ഇതിനെയാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്യുകയോ ആരെങ്കിലും ഡിഫൈൻ ചെയ്ത് വെച്ചിരുന്ന ഫംഗ്ഷന് നമ്മൾ മെയിൻ ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യാനായിട്ട് എങ്ങനെ വിളിക്കുന്നു, എങ്ങനെ അത് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. ഇനി
The other concept is function prototype. Okay. Here look at this. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ int n1 n2 sum, right? What are we doing? We are declaring these variables. നമ്മൾ കമ്പൈലർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയണം, ഓക്കെ ഞാൻ n1 എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഇൻറ്റിജറാണ്, n2 എന്ന് പറയുകയാണെങ്കിൽ ഇൻറ്റിജറാണ്, സം എന്ന് പറയുകയാണെങ്കിൽ ഇൻറ്റിജറാണ്. അതുപോലെ കമ്പൈലറിന് മനസ്സിലാവാനായിട്ട് ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. എന്താണ്? ആഡ് നമ്പേഴ്സ് എന്ന് പേരുള്ള, ദിസ് ഇസ് ദ നെയിം ഓഫ് ദ ഫംഗ്ഷൻ, ആഡ് നമ്പേഴ്സ്. ആഡ് നമ്പേഴ്സ് എന്ന് പേരുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് എയും ബിയും ആയിരിക്കും. ആൻഡ് ദോസ് വിൽ ബി ഓഫ് ടൈപ്പ് ഇൻറ്റ്. ഇത്ര സാധനമാണ്. വിൽ ഗോ ഇൻ ടു ദാറ്റ് വട്ട് എവർ വി സെഡ് in detail. Okay, just remember this will be the name of the function, this will be the return type of the function, and these will be the types and names of the arguments used. Okay, here we have the function call, right? And ഇവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ ആക്ച്വൽ ഡെഫിനേഷൻ വരുന്നത്. അതായത് ഇത് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതും ഡിഫൈൻ ചെയ്യുന്നതെല്ലാം മെയിൻ ഫംഗ്ഷൻ്റെ പുറത്താണ്. ഇവിടെ നമ്മൾ എന്താണ്? അഗെയിൻ ദിസ് ഇസ് ദ ടൈപ്പ് ഓഫ് അവർ റിട്ടേൺ ടൈപ്പാണിത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ അവിടെ വരുന്നതെല്ലാം ഡെഫിനിഷൻ്റെ അവിടെ വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ സെമി കോളൻ ഇട്ട് നിർത്തുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ സെമി കോളൻ ഇടുന്നില്ല. കാരണം ദിസ് ഇസ് ഫോളോഡ് ബൈ ദ ദിസ് ബ്രേസസ്, ആൻഡ് വിത്തിൻ ദ ബ്രേസസ് വി വിൽ ബി ഡിഫൈനിങ് വാട്ട് എവർ ദ ഫംഗ്ഷൻ ഇസ് സപ്പോസ് ടു ഡു. ഓക്കെ, അപ്പം ഈ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഫംഗ്ഷൻ്റെ ഇൻപുട്ടാണ്. അതെ, ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ പർപ്പസ് എന്താ? രണ്ട് നമ്പർ ആഡ് ചെയ്യണം. പേര് തന്നെ മനസ്സിലാവും. അപ്പോൾ രണ്ട് നമ്പർ, ഏത് നമ്പർ ആഡ് ചെയ്യണം എന്നുള്ളത് കൊടുക്കണമല്ലോ. അപ്പോൾ ആ കൊടുക്കുന്ന ഇൻപുട്ട്, ഫംഗ്ഷൻ്റെ ഇൻപുട്ട്, അതാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വൺസ് നമ്മൾ ഇവിടെ നമ്മൾ ഈ ആർഗ്യുമെൻറ്റ്സ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷനകത്ത് യൂസ് ചെയ്യാം. ഇവിടെ റിസൾട്ട് ഈക്വൽ ടു a+b ചെയ്യുന്നുണ്ട്. ഈ എയും ബി ഇവിടെ സുഖമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ ഇവിടെ ഡിക്ലെയർ ചെയ്യാത്ത, ഇവിടെ യൂസ് ചെയ്യാത്ത വേറെ വേരിയബിൾസ് നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യാം. റിസൾട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സിമിലർലി നമ്മുടെ ഫംഗ്ഷൻ ഇൻപുട്ടാണ് നമ്മൾ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് ഫംഗ്ഷനിൽ ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ. അതായത് ഇവിടെ നമുക്ക് ഈ സം ഈക്വൽ ടു ആഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സമ്മിലേക്ക് നമുക്ക് സമ്മ് കിട്ടണം, നമ്പേഴ്സിൻ്റെ സമ്മ് കിട്ടണം. സിമിലർലി ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? ദിസ് ദിസ് അബവ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദിസ് ഈസ് ആസ് ഗുഡ് ആസ് സം ഈക്വൽ ടു റിസൾട്ട് എന്നായിരിക്കണം. ഇതുപോലെയാണ്. അതായത് ഇവിടെ വരുന്ന റിസൾട്ട് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇതിവിടെ റീപ്ലേസ് ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ് ആഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ്. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ഈ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടാണ്. ഈ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് യൂസ് ചെയ്താൽ ആ ഫംഗ്ഷൻ ഒരു കാര്യം ഇൻപുട്ട് എടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് ആ സ്ഥലത്ത് ഒരു വാല്യൂ കൊടുക്കും. ആ വാല്യൂ റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ റിട്ടേൺ വാല്യൂ എന്നും, അതൊരു വേരിയബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ എന്താണെങ്കിലും ആ വാല്യൂ ഉണ്ടാവും, അതൊരു ടൈപ്പ് ഉണ്ടാവും. വിൽ ഹാവിങ് എ ഡേറ്റ ടൈപ്പ്. ആ ഡേറ്റ ടൈപ്പിനെയാണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ ഇൻറ്റ് മെയിൻ എന്ന് എഴുതും. ദാറ്റ് മീൻസ് ദ റിട്ടേൺ ടൈപ്പ് ഓഫ് മെയിൻ ഇസ് ഇൻറ്റിജർ. അതുകൊണ്ടാണ് ഇവിടെ ഏറ്റവും അവസാനം നമ്മൾ ഈ റിട്ടേൺ 0 എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. 0 ഇസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, ഈ റിട്ടേൺ ഒരു കീവേഡാണ്. ഐ ഹോപ്പ് ദാറ്റ് മച്ച് ഇസ് ക്ലിയർ ടു യു. ആൻഡ് ഇത് റൺ ചെയ്യാനായിട്ടാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ലെറ്റ്സ് റൺ എൻ്റർ 2 numbers 3 4 sum equal to 7. There's nothing else to that. Okay. ഇനി നമുക്ക് ഐ വിൽ ജസ്റ്റ് റൈറ്റ് ഡൗൺ ഇതിപ്പോൾ നമ്മൾ ആ ഒരു കോഡിൽ കണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ഫോർമലി ഒന്ന് എഴുതാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് വാട്ട് ഈസ് കോൾഡ് ആസ് എ ഫംഗ്ഷൻ prototype. Okay, and some people call this as a function
definition. Okay, what is it? And ഇതിൻ്റെ syntax എന്തായിരിക്കും? Return type followed by the function name പിന്നെ ബ്രാക്കറ്റ്സ് ഉണ്ട്, അതിനകത്ത് എന്താണ് നമ്മുടെ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് ഉണ്ടാവും. ടൈപ്പ് 1 ആർഗ്യുമെൻറ്റ് 1 കോമ ടൈപ്പ് 2 ആർഗ്യുമെൻറ്റ് 2 കോമ അങ്ങനെ എത്ര ആർഗ്യുമെൻ്റ് ഉണ്ടോ അത്ര ഉണ്ടാവും. ആൻഡ് ഇറ്റ് വിൽ ബി എൻഡഡ് വിത്ത് സെമിക്കോളൻ. ഓക്കെ, then we have what is called as the function calling. അതെന്താ സാധനം? നമ്മൾ മെയിൻ ഫംഗ്ഷനകത്ത് ഇപ്പോൾ സ്കാൻഎഫ് ഇതിലിപ്പോൾ ആഡ് നമ്പേഴ്സ് വിളിച്ചതുപോലെ. സോ ഇതിൻ്റെ സിൻടാക്സ് എന്തായിരിക്കും? വിൽ ഹാവ് ഫംഗ്ഷൻ നെയിം. ഇവിടെ നമുക്ക് arg1 ആർഗ്യുമെൻറ്റ് 2 എക്സെട്ര ഇവിടെ സെമിക്കോളൻ ഇടുകയും നമ്മൾ ഇവിടെ എ ബി സി എന്നൊക്കെയാണ് കൊടുക്കുന്നതെങ്കിലും ഇവിടെ നമ്മൾ കൊടുക്കുന്ന നെയിംസ് അല്ല ഇവിടെ കൊടുക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഫംഗ്ഷനിൽ ഡിഫൈൻ ചെയ്തേക്കുന്ന ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ വരുന്ന എന്താണ്? വേരിയബിൾസ് എയും ബിയും ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ ഫംഗ്ഷൻ കോൾ വരുമ്പോൾ കണ്ടോ n1 n2 ആണ്. ആ ഫംഗ്ഷൻ നമ്മൾ ഈ ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ കോളിൽ നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് ഈ മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ആയിരിക്കും. പക്ഷേ വൺസ് ഇത് നടക്കുന്നു, എന്താണ് ഈ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ നമ്മൾ അതിനകത്തുള്ള വേരിയബിൾസ് തന്നെയാണ് ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ആൻഡ് ദർ ഇസ് സം ഈ കേസിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ n1 n2 എന്നുള്ള വാല്യൂസ് കൊടുക്കും. ആ വാല്യൂസിനെ ഇങ്ങോട്ട് എയിലോട്ടും ബിയിലോട്ടും കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാത്ത കണ്ടീഷൻസ് ഉണ്ട്, പക്ഷെ ഈ ഒരു കേസിൽ അങ്ങനെയാണ് നടക്കുന്നത്. ഈ ആർഗ്യുമെൻറ്റ് കോളിങ്ങിന് കുറച്ച് ടൈപ്സ് ഉണ്ട്. വി വിൽ ഡീൽ വിത്ത് ദാറ്റ് ലേറ്റർ. പുതിയ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 1-2 കോൺസെപ്റ്റ്സ് പഠിച്ചിട്ട് വിൽ ഡീൽ വിത്ത് ഇറ്റ്. കറൻ്റ്ലി അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് കോളിങ്ങിൽ വരുമ്പോൾ എന്ത് പറ്റും? n1 എന്ന് പറയുന്നതിനെ എയിലോട്ട് കോപ്പി ചെയ്യും അതിൻ്റെ വാല്യൂ, n2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ബിയിലോട്ട് കോപ്പി ചെയ്യും. കറസ്പോണ്ടിങ് അതുപോലെ മൾട്ടിപ്പിൾ വാല്യൂസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത് കോപ്പി ചെയ്ത് പോകും. ഓക്കെ, ഇതാണ് ആ ആർഗ്യുമെൻറ്റ്സിൻ്റെ ഇത്. അടുത്തതാണ് എന്താണ്? ഫംഗ്ഷൻ ഡെഫിനേഷൻ. ഓക്കെ, ഫംഗ്ഷൻ ഡെഫിനേഷൻ. സോ ഇതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിൽ വന്ന അത്രയും സാധനം ഉണ്ടാവണം. സോ റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം type 1 argument 1 type 2 argument 2 etc. ഇവിടെ സെമിക്കോളൻ ഇടരുത്. ഇവിടെ വിൽ ബി പുട്ടിങ് ബ്രേസസ് ആൻഡ് നമുക്ക് എന്തൊക്കെ എഴുതാനുണ്ടോ ഫംഗ്ഷൻ ബോഡി വാട്ട് എവർ. അൾട്ടിമേറ്റ്ലി എന്താണ്? വിൽ ഹാവ് അവർ റിട്ടേൺ ആൻഡ് ഫോളോഡ് ബൈ സംതിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഈ റിട്ടേൺ ഇല്ലാത്ത കണ്ടീഷൻ ഉണ്ട്. വിൽ കം ടു ദാറ്റ് ലേറ്റർ. ബട്ട് എനിവേ ഇൻ ജനറൽ അസ്യൂം ദാറ്റ് ഓക്കെ ദർ വിൽ ബി എ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഈ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോഴാണ് കമ്പൈലറിന് മനസ്സിലാവുന്നത് ഓക്കെ, അല്ലെങ്കിൽ ഈ ബ്രേസസ് കാണും. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ എന്ത് മനസ്സിലാവും? ഓക്കെ, ഇന്ന വാല്യൂ റിട്ടേൺ ചെയ്യണം. അല്ല, റിട്ടേൺ ഇല്ലെങ്കിൽ ഈ ബ്രേസസ് എൻഡ് ചെയ്യുന്നിടത്ത് നിൽക്കും. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള സിൻടാക്സും കാര്യങ്ങളും. നമുക്ക് ഈ ഫംഗ്ഷൻ അതെങ്ങനെയാണ് വരുന്നത്, ആ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഓക്കെ, സോ വാട്ട് ഐ ടോൾഡ് ഏർലിയർ which is passing arguments to a function. Okay, so we have our hash include whatever. Then we have our
function prototype int add numbers int a comma int b semicolon. Then we have our int main പിന്നെന്താണ് whatever statements ഉണ്ടായിരിക്കും and നമ്മുടെ function call വരും add numbers n1 n2 semicolon. പിന്നെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ്. പിന്നീട് എന്താണ് നമ്മുടെ ഫങ്ഷൻ ഡെഫിനേഷൻ int add numbers int a comma int b. പിന്നെ നമ്മുടെ ഫങ്ഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇത്രയാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ ഇവിടെ ഇങ്ങനെ വന്ന് ഓക്കെ കമ്പൈലർ ആദ്യം വന്നു പ്രീ ഡിഫൈൻഡ് ഇത് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു. എന്നിട്ട് ഈ പോയിന്റിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, വാട്ട് ഈസ് ഹാപ്പനിങ്, ഓക്കെ ദ കമ്പൈലർ നോസ് ദാറ്റ് ഇറ്റ് ഷുഡ് എക്സ്പെക്ട് ദിസ് എന്താണ് ഈ ആഡ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ റിട്ടേൺ ടൈപ്പ് ഇതാണ്, അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഇന്നതാണ്. അത് കഴിഞ്ഞ് മെയിനിലോട്ട് കയറി ഓക്കെ ഇങ്ങനെ പോയി. അപ്പം നമ്മുടെ സം ഈക്വൽ ടു ഈ സ്റ്റേറ്റ്മെൻറ്റ് എത്തി. ഓക്കെ, സോ ദ കമ്പൈലർ ഇസ് എൻകൗണ്ടറിങ് എ ഫംഗ്ഷൻ കോൾ ഓഫ് ആഡ് നമ്പേഴ്സ് n1 n2. ഇതിൽ n1 n2 എന്ന് പറയുന്നത് ദീസ് ആർ എന്താണ് ഇൻറ്റ് n1 ഇൻറ്റ് n2. ഇതെവിടെയെങ്കിലും കാണണം, ഇതിൻ്റെ മുകളിൽ എവിടെയെങ്കിലും കാണണം, ഇടയ്ക്ക് എവിടെയെങ്കിലും കാണണം, എങ്കിൽ നമുക്ക് ഈ n1ഉം n2 ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മെയിൻ ഫംഗ്ഷനകത്തുള്ള വേരിയബിൾസാണ് n1ഉം n2. ഓക്കെ, ഇപ്പം ഇവിടെ എത്തിയിട്ട് എന്ത് പറ്റും, ഓക്കെ കമ്പൈലർ പോയിട്ട് എന്താണ് ഇങ്ങനെ തപ്പും, ഏതാണ് ആഡ് നമ്പേഴ്സിന് വേണ്ടിയിട്ട് തപ്പും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തി. എന്നിട്ട് എന്ത് ചെയ്യും, ഈ സാധനം n1നെ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് മാപ്പ് ചെയ്യും, n2നെ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് മാപ്പ് ചെയ്യും. ഓക്കെ, അതായത് ആദ്യം കാണുന്ന വേരിയബിളിനെ നമ്മുടെ ഫംഗ്ഷൻ്റെ ആദ്യത്തെ ഇൻപുട്ടായിട്ട് എടുക്കും, രണ്ടാമത് കൊടുത്തിരുന്ന വേരിയബിളിനെ ഫംഗ്ഷൻ്റെ രണ്ടാമത്തെ വേരിയബിളായിരിക്കും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് പിന്നീട് നമ്മൾ ഇൻറ്റ് എയും ബിയും ഡിക്ലെയർ ചെയ്യേണ്ട, ഓൾറെഡി ഇവിടെ ഡിക്ലെയർഡ് ആണ്, ഇത് മതി. എന്നിട്ട് ഇതിനെ എയും ബി എങ്ങനെ ഓട്ടോവർ ബി അതിന് യൂസ് ചെയ്യും. സോ ഇതാണ് ആ ഒരു പാസിങ്, ഞാൻ നേരത്തെ പറഞ്ഞ പാസിങ് ഓഫ് ആർഗ്യുമെൻറ്റ്സിനെ ഒന്നുകൂടെ ഫോർമലൈസ് ചെയ്ത് കണ്ടതാണ്. ഓക്കെ, നമുക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഒന്നുകൂടെ കാണാം. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ അഗെയിൻ അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതാം. ഓക്കെ, സോ ഇവിടെ let me just we have and finally we have return result. അതായിരുന്നല്ലോ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിരുന്നത്, റിട്ടേൺ റിസൾട്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഈ ബ്രേസസിൻ്റെ അകത്ത് വേണം, ഞാൻ വരയ്ക്കുമ്പം എഴുതുമ്പോൾ തിരിഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഇതെന്ന് പറയുമ്പോഴെന്താണ്, ഈ സാധനം ഈ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ എന്താണ്, ഇവിടെ ഈ ആഡ് നമ്പേഴ്സിൻ്റെ അങ്ങോട്ട് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഈ റിട്ടേൺ റിസൾട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ബേസിക്കലി ഈ സാധനം സം ഈക്വൽ ടു ആഡ് നമ്പേഴ്സ് n, n2 n1, n2 എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വലൻ ടു സം ഈക്വൽ ടു റിസൾട്ട് ആയിരിക്കണം ഫൈനലി ആഫ്റ്റർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദിസ് ഫങ്ഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ പാസിംഗ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഫങ്ഷൻ ബേസിക്കലി മൊത്തത്തിൽ റൺ ചെയ്യുന്നത്. ഇതിൽ റിട്ടേൺ എന്നുള്ളതിന് നമുക്ക് പല രീതിയിൽ, ഇപ്പം റിട്ടേൺ നമുക്കൊരു വേരിയബിൾ, അതിനകത്തുള്ളൊരു വേരിയബിൾ എ ബി സി whatever, or we can give return number, some value, return character, whatever, return a, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. or you can use expressions, എങ്ങനെ return a plus b ഇങ്ങനെ കൊടുക്കാം. the only thing is that നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് എല്ലാം ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഓൾറെഡി ഡിക്ലെയർഡ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. സോ ദിസ് ഈസ് ഹൗ യു എന്താണ് this is what a function is, the syntax and formalities of a function, and this is how we give input
to a function and get output to a function. Okay. Okay. Now നമുക്ക് moving forward, let's see the types of functions based on arguments and return. Okay, types of function based on arguments and returns. Okay, the first thing is there can be function with no arguments and no return value. Okay, there can be functions with no arguments but has return value. So നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടാവുമല്ലോ ഇനി എങ്ങനെയായിരിക്കും പോകുന്നത്. എന്താണ് ഹാസ് ആർഗ്യുമെൻറ്റ് ബട്ട് no return type, return value. Last എന്തായിരിക്കും has argument and return value. ഓക്കെ, നാല് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ട് ഇല്ല എന്നുള്ള ഇതിൽ 4 ടൈപ്പിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, വാട്ട് വിൽ ഡു ഇസ് വിൽ സീ എക്സാമ്പിൾസ് ഫോർ ഈച്ച് കേസ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ ഈ ഫംഗ്ഷൻ വാട്ട് ഈസ് ഹാപ്പനിങ്. ഇവിടെ മൊത്തം കോഡ് നോക്കുകയാണെങ്കിൽ ഓക്കെ അവർ ഇനിഷ്യൽ തിങ് ഡിക്ലെയർ ചെയ്തു, ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ഉണ്ട്, മെയിൻ ഫംഗ്ഷൻ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ വോയിഡ് ഈ ഫംഗ്ഷനാണ് ഇത്രയും. അപ്പം ഇവിടെ ഇനിഷ്യലി നോക്കുകയാണെങ്കിൽ റിട്ടേൺ ടൈപ്പ് വോയിഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. റിട്ടേൺ ടൈപ്പ് വോയിഡ് മീൻസ് വോയിഡ് ഈസ് എന്താണ് ഒന്നുമില്ല, നൾ എന്നുള്ള നത്തിങ് എന്നുള്ളൊരു ഡേറ്റ ടൈപ്പാണ്. ദാറ്റ് മീൻസ് we are telling the compiler that this particular function doesn't have a return type or return value or whatever. റിട്ടേൺ ഇല്ല, ഇതൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ഒരു ഔട്ട്പുട്ടും ഇല്ല. ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ മറ്റേ ടൈപ്പ് 1 ആർഗ്യുമെൻറ്റ് 1 ടൈപ്പ് 2 ആർഗ്യുമെൻറ്റ് 2 എന്നൊക്കെ എഴുതിയെടുത്ത് ഇവിടെ ഒന്നുമില്ല, എംപ്റ്റിയാണ്. എന്ന് വെച്ചാൽ വി ആർ ടെല്ലിങ് ദ കമ്പൈലർ ദാറ്റ് ഈ ഫംഗ്ഷന് ഒരു ടൈപ്പ് ഓഫ് ഇൻപുട്ടോ ആർഗ്യുമെൻറ്റോ ഇല്ല. ഇവിടെ തന്നെ ഫംഗ്ഷൻ കോൾ കണ്ടാൽ തന്നെ എന്താണ് ജസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല, വേറെ ഒന്നിനും അസൈൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഫംഗ്ഷൻ വിളിക്കാനോ ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ് ഇൻറ്റ് എൻ ഐ ഫ്ലാഗ് ഈക്വൽ ടു 0. എന്താണ് സംഭവം പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ നമ്പർ ഏത് നമ്പറാണോ ചെക്ക് ചെയ്യണോ അത് റീഡ് ചെയ്യുന്നതും അതിൻ്റെ മെസ്സേജ് പ്രിൻ്റ് ചെയ്യുന്നതും എന്നിട്ട് ഫൈനലി അത് പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതും അത് ആണോ അല്ലയോ എന്ന് പ്രിൻ്റ് ചെയ്യുന്ന എല്ലാം ചെയ്യുന്നത് ഈ ഒരു ചെക്ക് പ്രൈം നമ്പർ എന്നുള്ള ഒരു ഫങ്ഷനാണ്. അത് വേറെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ജസ്റ്റ് ഇറ്റ് ഡസൻ ടേക്ക് എനി ആർഗ്യുമെൻറ്റ്, ഇറ്റ് ഡസൻ റിട്ടേൺ എനിത്തിങ്. ഓക്കെ, അപ്പോൾ റിട്ടേൺ വാല്യൂ ഇല്ലെങ്കിൽ ഈ ഇതിന് മുമ്പ് വോയിഡ് എന്ന് പറയണം. ഓക്കെ, സോ ഇഫ് യു ജസ്റ്റ് റൺ ഇറ്റ് എൻ്റർ എ പോസിറ്റീവ് ഇൻറ്റിജർ 5 ഇസ് എ പ്രൈം നമ്പർ. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമ്മൾ ഇനി ചെയ്യുന്ന എല്ലാം നമ്മൾ ഈ സെയിം ടാസ്ക് ചെയ്യാനായിരിക്കും, പക്ഷെ ഡിഫറെൻറ്റ് വേസ്. ഓക്കെ, നെക്സ്റ്റ് ഇതിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് ഇൻറ്റ് ഗെറ്റ് ഇൻറ്റിജർ. ഓക്കെ, ഇൻറ്റ് ഗെറ്റ് ഇൻറ്റിജർ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ട്. ഇവിടെ ഒരു റിട്ടേൺ ടൈപ്പ് ഉണ്ട്, പക്ഷേ ആർഗ്യുമെൻ്റ് ഇല്ല, ഇൻപുട്ട് ഇല്ല. ദർ ഇസ് നോ ആർഗ്യുമെൻറ്റ് ബട്ട് ദർ ഇസ് എ റിട്ടേൺ ടൈപ്പ്. സോ നമ്മളിവിടെ വരികയാണെങ്കിൽ നമ്മുടെ ഈ ഫംഗ്ഷൻ കോൾ എവിടെയാണ് നടക്കുന്നത്? n ഈക്വൽ ടു ഗെറ്റ് ഇൻറ്റിജർ. ഓക്കെ, അപ്പം ഗെറ്റ് ഇൻറ്റിജറിൻ്റെ സംഭവം എവിടെ കിടക്കുന്നത്? ഇവിടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഗെറ്റ് ഇൻറ്റിജർ എന്താ ചെയ്യുന്നത്? ഇത് നമ്മുടെ എൻ്റർ ചെയ്യാനുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യും, ആ ഇൻറ്റിജർ റീഡ് ചെയ്യും, ആ റീഡ് ചെയ്ത ഇൻറ്റിജറിനെ റിട്ടേൺ ചെയ്യും. എങ്ങോട്ട്? ഈ n എന്ന് പറയുന്ന വാല്യൂയിലോട്ട്. അപ്പം ഈ എന്നും തമ്മിൽ ക്ലാഷ് ആവില്ല എന്ന് തോന്നും,
ഇല്ല, അതിന് സ്കോപ്പ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയും. വിൽ കം ടു ദാറ്റ് ഫംഗ്ഷൻ്റെ സ്കോപ്പ് ഓഫ് എൻ ആർഗ്യുമെൻറ്റ്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു ഫംഗ്ഷനകത്ത്, പർട്ടിക്കുലർ ഫംഗ്ഷനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ഇൻഡിജേഴ്സിന്, വേരിയബിൾസിന് ആ ഇതിനകത്തെ വാല്യൂ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ n ഡിക്ലെയർ ചെയ്താൽ ഈ ഫംഗ്ഷൻ തീരുന്നതോടെ ആ എന്നിൻ്റെ ലൈഫ് തീർന്നു. ഇവിടെ ഈ n വേറെയാണ്, രണ്ടും 2n ആണ്. ഓക്കെ, എനിവേ അപ്പം ഇവിടെ എന്താണ്, ജസ്റ്റ് റീഡ് ചെയ്യുന്നു. ഇവിടെ ഇൻപുട്ട് നമ്മൾ ഈ മെയിൻ ഫംഗ്ഷനിൽ നിന്ന് ഇൻപുട്ടൊന്നുമില്ല, അത് ആർഗ്യുമെൻ്റ് ഒന്നുമില്ല. പക്ഷേ ഇതൊരു സാധനം റീഡ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട് ഇതിലോട്ട്, ഈ വേരിയബിളിലോട്ട്. എന്നിട്ട് അതിനെ യൂസ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, ഞാൻ റൺ ചെയ്യുന്നില്ല കാരണം സെയിം റിസൾട്ടാണ്. നെക്സ്റ്റ് എങ്ങനെയാണ്, വോയിഡ് ചെക്ക് പ്രൈം ആൻഡ് ഡിസ്പ്ലേ ഇൻറ്റ് n. ഓക്കെ, ഇവിടെ നേരെ തിരിച്ചാൽ ഇവിടെ റിട്ടേൺ ഇല്ല, പക്ഷേ ദർ ഇസ് എൻ ഇൻപുട്ട്, ദർ ഇസ് എൻ ആർഗ്യുമെൻറ്റ് ഓഫ് ടൈപ്പ് ഇൻറ്റിജർ. അപ്പോൾ ഇവിടെ എങ്ങനെ വരുന്ന ഫംഗ്ഷൻ കോൾ എങ്ങനെ വരുന്ന, ചെക്ക് പ്രൈം ആൻഡ് ഡിസ്പ്ലേ n. ഈ n ഏതാണ്, അതായത് ഇവിടെ വാല്യൂ റീഡ് ചെയ്തിട്ട് ആ റീഡ് ചെയ്ത വാല്യൂ പാസ് ചെയ്യാണ്, ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ, അഗൈൻ റിട്ടേൺ ടൈപ്പ് ഇസ് വോയിഡ് ഇൻറ്റ് n. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ കിട്ടിയ വാല്യൂ എടുത്തിട്ട് എന്താണ് പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. ദാറ്റ് ഇസ് ഓൾ. ഓക്കെ, ഇനി അടുത്ത കേസ് എന്താണ്, ചെക്ക് പ്രൈം നമ്പർ. ഓക്കെ, ഇവിടെ റിട്ടേൺ ടൈപ്പ് ഉണ്ട്, ഇതുമുണ്ട്, എന്താണ് ഇൻപുട്ടുണ്ട്, ആർഗ്യുമെൻറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്കാൻ ചെയ്ത് വാല്യൂ സ്കാൻ ചെയ്ത് റീഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ പാസ് ചെയ്യാണ്. എന്താണ് പാസ് ചെയ്യുന്നത്, റീഡ് ചെയ്ത വാല്യൂ. അപ്പോൾ ഇവിടെ വരും, ഈ ഭാഗത്ത് വരും. ഇവിടെ വന്നിട്ട് എന്താ നോക്കുന്നു, ഓക്കെ ഇൻറ്റായി വേറൊരെണ്ണം ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ചെക്ക് ചെയ്യണം, ഓക്കെ ഇത് വെദർ ദിസ് ഇസ് ആൻഡ് പ്രൈം നമ്പർ ഓർ നോട്ട്. ഓക്കെ, അപ്പം പ്രൈം ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും, പ്രൈം അല്ലെങ്കിൽ 1 റിട്ടേൺ ചെയ്യും. അതുകൊണ്ട് ഇവിടെ 2 റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഏതെങ്കിലും ഒന്നേ ചെയ്യുള്ളൂ. വൺസ് പ്രോഗ്രാം കമ്പൈലർ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പം ഈ റിട്ടേൺ ആണ് ആദ്യം കാണുന്നതെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, ഈ റിട്ടേൺ ആദ്യം കാണുന്നെങ്കിൽ 0 റിട്ടേൺ ചെയ്യും, ഇവിടെ വരും. അതാണ്. അപ്പം ഇവിടെ ഇതിൻ്റെ ദിസ് ഇസ് ഈക്വൽ ടു വാട്ട്, ഐദർ ഫ്ലാഗ് ഇസ് ഈക്വൽ ടു 0 ഓർ ഫ്ലാഗ് ഇസ് ഈക്വൽ ടു 1. ഈ സ്റ്റേറ്റ്മെൻറ്റ് അതാണ്. പിന്നെ ചെക്ക് ചെയ്യുന്നത്, ഓക്കെ ഫ്ലാഗ് 1 ആണോ, ഫ്ലാഗ് 0 ആണ്. 1 ആണെങ്കിൽ പ്രൈം ആണ്, അല്ല 0 ആണെങ്കിൽ പ്രൈം ആണ്. അത്രയേ ഉള്ളൂ. അതാണ് ഈ ഒരു ഇത്. സോ ദീസ് ആർ ദ 4 ടൈപ്സ്. ഓക്കെ, ആർഗ്യുമെൻറ്റിൻ്റെ എന്താണ് പാസ് ചെയ്യുന്നതും, റിട്ടേൺ ടൈപ്പ്, റിട്ടേൺ വാല്യൂ ഉണ്ടോ എന്നുള്ളതും വെച്ചിട്ട് ഡിഫറെൻറ്റ് 4 പോസിബിൾ കോമ്പിനേഷൻസ് ആണ്. ഇത് നമുക്ക് ഇതിലേതാണ് മെച്ചം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്, യൂസ് കേസ് അനുസരിച്ച് നമുക്കിത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഇനി ഫംഗ്ഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ആസ് റിക്കർഷൻ. ഓക്കെ, റിക്കർഷൻ ബേസിക്കലി എന്താണ്, ബേസിക്കലി the function calls itself. ഫംഗ്ഷൻ അതിനെ തന്നെ വിളിക്കും എന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും, സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ വോയിഡ് റിക്കേഴ്സ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അതിന് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതിനകത്ത് ഈ ഫംഗ്ഷൻ ഇതിനെ തന്നെ വിളിക്കും. അഗൈൻ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, എൻഡ് ചെയ്യും. അപ്പം ഇത് ഓക്കെ, ലെറ്റ് ബി. ദെൻ വി ഹാവ് ഇൻറ്റ് മെയിൻ, we have some statements and we have a function call and again whatever. So ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ ഓക്കെ ഈ ഡെഫിനേഷനെ കഴിഞ്ഞിട്ട് മെയിൻ ആണ് ആദ്യം റൺ ചെയ്യുന്നത്. ഓക്കെ, റൺ ചെയ്തു. റിക്കേഴ്സ് എത്തുമ്പോൾ എങ്ങോട്ട് പോകും, നമ്മൾ ഈ ഫംഗ്ഷൻ ഡെഫിനേഷനിലോട്ട് പോകും. ഇവിടെ വന്നു, എന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ ഓക്കെ ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താണ്, പിന്നെ റിക്കേഴ്സ്, അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോകും. അപ്പോൾ പിന്നെ റൺ ചെയ്യും. ഇവിടെ എത്തുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, പിന്നെ റിക്കേഴ്സിലോട്ട് പോകും. അപ്പോൾ പിന്നെ റിക്കേഴ്സിലോട്ട് പോകും, പിന്നെ റിക്കേഴ്സിലോട്ട് പോകും. ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. സോ
ഇതൊരു പ്രോബ്ലമാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നമുക്ക് പലപ്പോഴും ഈ റിക്കർസീവ് ഫങ്ഷൻസ് കോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ദ ഓൺലി തിങ് ഈസ് യു ഷുഡ് ബി കെയർഫുൾ റിഗാർഡിങ് എന്താണ് ഇത് ഒരു ഇൻഫിനിറ്റ് റിക്കർഷനിലോട്ട് പോവാതിരിക്കുക. എന്താണ് ഇൻഫൈനൈറ്റ് റിക്കർഷൻ പോകരുത്, അവോയ്ഡ് ചെയ്യണം. എങ്ങനെ? ഹൗ? ബൈ യൂസിങ് കണ്ടീഷൻസ്. ഓക്കെ, അതായത് എന്തെങ്കിലും പർട്ടിക്കുലർ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ റിക്കർഷൻ ഈ ഒരു ഇത് കോൾ ചെയ്യാവൂ. ലൈക്ക് ഫോർ ഇഫ് സംതിങ് ഹാപ്പൻസ് കോൾ ദിസ് എൽസ്. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് ദർ ഇസ് ആൻ എൽസ് കണ്ടീഷൻ. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ ഇത് കോൾ ചെയ്യാവൂ, ഈ റിക്കർഷൻ വരാവൂ. അല്ലാത്തപ്പോൾ ആസ് യൂഷ്വൽ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, റിക്കർഷൻ കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള സാധനമാണ്, പക്ഷേ അത് പ്രോപ്പർലി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. സോ ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. Okay, so this is an example for recursion. So we have our main function and we have our function sum. Okay, so ഇവിടെ എന്താണ് ചെയ്യുന്നത്? If n is not equal to 0, return n equal to sum of n minus 1. Okay, else return n. അപ്പോൾ ഈ n is not equal to 0 എന്നുള്ള കണ്ടീഷനിൽ വരുമ്പോഴാണ് എന്താ സംഭവിക്കുന്നത്? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ റിട്ടേൺ എൻ പ്ലസ് സം ഓഫ് n മൈനസ് 1 എന്ന ഇവിടെ ഒരു കോൾ വരുന്നത്, അഗെയിൻ സെയിം ഫങ്ഷൻ കോൾ വരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ സപ്പോസ് n ഈക്വൽ ടു 3 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ n 3 ആവും. അപ്പോൾ n നോട്ട് ഈക്വൽ ടു 0. സോ എന്തായിരിക്കും? റിട്ടേൺ n പ്ലസ് സം ഓഫ് n മൈനസ് 1 ഇവിടെ എന്താണ്? 2 ആണ്. അപ്പോൾ ആ ഫംഗ്ഷനകത്ത് അപ്പോൾ അഗെയിൻ ഇവിടെ സം ഓഫ് 2 ആണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഇതാണ്. അപ്പോൾ ഇവിടെ ഓക്കെ ലെറ്റ് മീ റൈറ്റ് 3 പ്ലസ് സം ഓഫ് 2. അപ്പോൾ ഇവിടെ n ഈസ് ഈക്വൽ ടു 2 ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? റിട്ടേൺ 2 പ്ലസ് സം ഓഫ് 1 എന്ന് വരും. അപ്പോൾ എഗെയിൻ ഇതിനകത്തോട്ട് കയറും. അപ്പോഴെന്ത് പറ്റും? അപ്പോൾ n ഈക്വൽ ടു 1 ആണ്. സോ അവിടെ എന്തായിരിക്കും? റിട്ടേൺ ഇപ്പോഴും n 0 ആയിട്ടില്ല. 1 പ്ലസ് സം ഓഫ് 0. അവിടെ കയറുമ്പോൾ എന്ത് പറ്റി? പിന്നെയും ഫംഗ്ഷനകത്ത് കയറുകയാണ് വിത്ത് n ഈക്വൽ ടു 0. ഇവിടെയാണ് നമ്മുടെ ഈ സാധനം. ഇവിടെ n 0 അല്ലെങ്കിൽ ഇത് കോൾ ചെയ്യുള്ളൂ. ഇല്ല, അപ്പോഴെന്ത് പറ്റും? ഇവിടെ എൽസ് കണ്ടീഷൻ ആക്റ്റീവ് ആവും. സോ വാട്ട് ഹാപ്പൻസ്? റിട്ടേൺ 0. ഇപ്പോൾ 0 റിട്ടേൺ ചെയ്യും. ഇവിടെ 0 റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 0 ആവും. സോ ദിസ് സം ഓഫ് 0 ഇസ് റീപ്ലേസ്ഡ് വിത്ത് ഈ 0. ഓക്കെ, സോ ദിസ് വിൽ ബിക്കം പ്ലസ് 0. അപ്പോൾ ഇതിനെ റിട്ടേൺ ചെയ്യും. എങ്ങോട്ട് റിട്ടേൺ ചെയ്യും? ഈ സമ്മിലോട്ട് റിട്ടേൺ ചെയ്യും, ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. സോ ദിസ് ഇസ് 1. സോ ദിസ് വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് എന്താണ്? 1. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്യും? ഇതിനെ റിട്ടേൺ ചെയ്യും. എങ്ങോട്ട്? അതായത് 3 എങ്ങോട്ട് റിട്ടേൺ ചെയ്യും? ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും. ഈ സം ഓഫ് 2 റിട്ടേൺ ചെയ്യും. സോ ദിസ് വിൽ ബി റിട്ടേൺ വിത്ത് 3. സോ ഫൈനലി 6 റിട്ടേൺ ചെയ്യും. എവിടെ റിട്ടേൺ ചെയ്യും? ഇവിടെ റിസൾട്ട് ഈക്വൽ ടു സം ഓഫ് നമ്പറിൽ. നമ്മൾ നേരത്തെ സം വിളിച്ച് കൊടുത്തത് 3 ആണ്. സോ ഇങ്ങോട്ട് 6 റിട്ടേൺ ചെയ്യും. സോ വാട്ട് വിൽ ഹാപ്പൻ? ഫൈനലി എന്തായിരിക്കും എഫക്റ്റ്? നമ്മൾ ഫംഗ്ഷൻ റൺ ചെയ്തതിൻ്റെ റിസൾട്ട് ഈസ് ഈക്വൽ ടു 6 എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഇത് ഞാൻ 1 by 1 ഈ റിക്കർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ വിളിച്ച് പോകും. ഫംഗ്ഷൻ കോൾ നടത്തി പോകും. എന്നിട്ട് അവസാനം നമ്മുടെ ഒരു എക്സിറ്റ് കണ്ടീഷൻ ഉണ്ടാവുമല്ലോ ഇവിടെ, ദാറ്റ് ഈസ് ഇവിടെ എൽസ് ആണ്. എക്സിറ്റ് കണ്ടീഷൻ വന്നിട്ട് പുറകോട്ട് ഇങ്ങനെ വാല്യൂ പാസ് ചെയ്ത് റിട്ടേൺ ചെയ്ത് ഫൈനലി ആദ്യം വിളിച്ച ഫംഗ്ഷൻ എക്സിറ്റ് ചെയ്യും. ഇതാണ് റിക്കർഷൻ. ഇതുകൊണ്ടാണ് ഇതിനെ ഈ എക്സിറ്റ് കണ്ടീഷൻ വളരെ പ്രോപ്പറായിട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഇങ്ങനെ ഇൻഫിനിറ്റായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും.
ഇവിടെ ഈ ഒരു എൽസ് റിട്ടേൺ n എന്നുള്ള കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ ഒരു ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? പ്രശ്നമാവും. നമ്മുടെ പ്രോഗ്രാം ക്രാഷ് ചെയ്യും. ഓക്കെ, ഇത് നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. പ്രോഗ്രാം 6, എൻ്റർ എ പോസിറ്റീവ് ഇൻറ്റിജർ, സേ 3, സം ഈക്വൽ ടു 6. എൻ്റർ എ പോസിറ്റീവ് ഇൻറ്റിജർ 99 വെച്ചാൽ അതുവരെയുള്ള 99 വരെയുള്ള. ഇപ്പോൾ 99 എന്ന് പറയുമ്പോൾ എങ്ങനെ 99 റിട്ടേൺ 99 പ്ലസ് സം ഓഫ് 98, അതിൻ്റെ അകത്ത് എന്തായാലും റിട്ടേൺ 98 പ്ലസ് സം ഓഫ് 97, അങ്ങനെ അപ് ടു റിട്ടേൺ 0 വരെ പോയിട്ട് അതിൽ നിന്ന് തിരിച്ച് മുകളിൽ പോകും. അതാണ് റിക്കർഷൻ. സോ ഇറ്റ്സ് എ വെരി പവർഫുൾ ടൂൾ. നമുക്ക് പല സാധനങ്ങൾ ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, അതർവൈസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആവുന്ന പല പ്രോഗ്രാംസും പല ലോജിക്കും നമുക്ക് സിമ്പിളായിട്ട് റിക്കർഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റാറുണ്ട്. ദ ഓൺലി തിങ് ഇസ് ദാറ്റ് യു ഷുഡ് ബി കെയർഫുൾ. ഓക്കെ, ഇനി ഒന്ന് രണ്ട് ചെറിയ കോൺസെപ്റ്റ്സ് പറയാനുള്ളത്. ഇറ്റ് ഈസ് കോൾഡ് ആസ് എ സ്റ്റോറേജ് ക്ലാസ്സസ്. ഓക്കെ, സ്റ്റോറേജ് ക്ലാസ്സസ് എന്താണ് സ്റ്റോറേജ് ക്ലാസ്? നമ്മളിപ്പം ഓൾറെഡി അതൊന്ന് എൻകൗണ്ടർ ചെയ്ത ഒരു കോൺസെപ്റ്റ്. അതായത് നമ്മളൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, എവിടെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ സ്കോപ്പ് എന്താണ്, അതെവിടെയൊക്കെയാണ് വാലിഡ് ആയിട്ടുള്ളത്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഞാനൊന്ന് കാണിക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഓട്ടോമാറ്റിക് ഓർ ലോക്കൽ. The second one is external or global. The third one is static, and the fourth one is register. Okay, അതായത് ഒരു വേരിയബിളിൻ്റെ വാല്യൂ, അതിൻ്റെ വാലിഡിറ്റി കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഈ എക്സാമ്പിളിൽ തന്നെ നമുക്ക് പോവാം. ഇവിടെ ലോക്കൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അത് ഏത് ഫങ്ഷനകത്താണോ നമ്മൾ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് അതിനകത്ത് മാത്രമേ ആ പേരിന് വാലിഡിറ്റി ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ n എന്ന് പറയുന്നത് നമ്മൾ ഈ ഫങ്ഷനകത്ത് മാത്രം ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിളാണ്. അപ്പം ഈ n എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ n ഇതിനകത്ത് മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. ഇവിടെ നമ്മൾ n ഈക്വൽ ടു സംതിങ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പൈലർ എറർ കാണിക്കും, ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് ഡിക്ലെയർ ഹിയർ. സിമിലർലി നമ്മളിവിടെ നമ്പർ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ആ നമ്പർ എന്ന് പറയുന്നതിൻ്റെ സ്കോപ്പ് ഈ മെയിൻ എന്ന് പറയുന്നതിൻ്റെ അകത്താണ്. നമ്മൾ ഇവിടെ നമ്പർ ഡിക്ലെയർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്പർ ഈക്വൽ ടു സംതിങ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല, എറർ കാണിക്കും. അതാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വേരിയബിൾ സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്നത്. അടുത്ത ടൈപ്പാണ് എന്താണ്? ഗ്ലോബൽ. ഓക്കെ, ഗ്ലോബൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ഫങ്ഷൻ്റെ അകത്തുമല്ല ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ കണ്ടോ, ഇൻറ്റ് n ഈക്വൽ ടു 5. അതായത് നമ്മൾ എല്ലാ ഫങ്ഷൻസിൻ്റെയും പുറത്ത് ഡിക്ലെയർ ചെയ്യുന്നൊരു സാധനമാണ് ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് വേരിയബിൾ n is the one and the same and is valid for all functions throughout. Okay, for example നമുക്കിത് പ്രോഗ്രാം 7 ആണെന്ന് കഴിഞ്ഞാൽ n ഈക്വൽ ടു 7. അതായത് ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, അതേ സാധനം ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിഷ്യലി നമ്മൾ 5 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സെയിം സാധനം 2 പ്രാവശ്യം ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഗ്ലോബൽ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് എ സ്റ്റാറ്റിക് വേരിയബിൾ. സ്റ്റാറ്റിക്കിന് നമ്മൾ സ്റ്റാറ്റിക് എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യും. സ്റ്റാറ്റിക് ഇൻറ്റ് c ഈക്വൽ ടു 1. ഓക്കെ, സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇത് റൺ ചെയ്യുന്നു. ഇവിടെ ഈ n എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഒരു പ്രാവശ്യം സമ്മ് കോൾ ചെയ്യുമ്പോൾ അത് തീരും. അല്ലെങ്കിൽ സപ്പോസ് ഇവിടെ n എന്ന് പറയുന്ന വേരിയബിൾ ഒരു പ്രാവശ്യം നമ്മൾ ഇത് റിട്ടേൺ അല്ലെങ്കിൽ ഈ ബ്രേസസ് എത്തുമ്പോഴത്തേക്കും ഈ n-ൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. പിന്നെ അടുത്ത പ്രാവശ്യം ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് പറ്റും? വീണ്ടും പുതിയതായിട്ട് n-നെ ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ
ഈ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സ്റ്റാറ്റിക് ഇൻറ്റ് സി എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സി ഫസ്റ്റ് ടൈം എന്താണ് ജനറേറ്റ് ചെയ്ത് വെക്കും. സി ഈക്വൽ ടു 1 കൊടുക്കും, സി അപ്ഡേറ്റ് ചെയ്യും. ആൻഡ് ദ മൊമെൻറ്റ് ഈ ബ്രേസസ് എത്തുമ്പോൾ ബാക്കി എന്താണ് സാധാരണഗതിയിൽ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നതിൻ്റെ അകത്തെ വേരിയബിൾസ് എല്ലാം അതോടെ ഡിലീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ ഇഫ് യു ആർ യൂസിങ് ദ കീവേഡ് സ്റ്റാറ്റിക് അങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോകില്ല. ഇറ്റ് ബി ദർ. ഓക്കെ, ഇറ്റ് ബി ദർ. സോ ഇഫ് യു റൺ ദിസ്, ഓക്കെ, എന്താണ് 2 പ്രാവശ്യം ഇവിടെ ഡിസ്പ്ലേ വരുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ C 1 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യുന്നിട്ട് എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അപ്പം 1 + 5 = 6. അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഡിസ്പ്ലേ വരുമ്പോഴേ ഈ സ്റ്റാറ്റിക് ഇൻ സി വരുമ്പോൾ ഓക്കെ ഓൾറെഡി സ്റ്റാറ്റിക് ഇതുണ്ട്, സി ഉണ്ട്, സ്റ്റാറ്റിക്കായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ വാല്യൂ എന്താണ്, നമ്മൾ നേരത്തെ അപ്ഡേറ്റ് ചെയ്ത് വെച്ച 6 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ 5 കൂടെ ആഡ് ചെയ്ത് 11 പ്രിൻറ്റ് ചെയ്യും. ഇതാണ് സ്റ്റാറ്റിക് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ആൻഡ് രജിസ്റ്റർ ഡേറ്റ ടൈപ്പ് അതിപ്പോൾ യൂസ് ചെയ്യാറില്ല അങ്ങനെ. എന്നാലും ഡേറ്റ ടൈപ്പ് അല്ല, രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്. അത് സാധാരണഗതിയിൽ നമ്മൾ ഒരു സി പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിന് മെമ്മറി അലോട്ട് ചെയ്യും. എവിടെയാണ് അലോട്ട് ചെയ്യുന്നത്, മെയിൻ മെമ്മറി, റാമിൽ. പക്ഷേ രജിസ്റ്റർ വേരിയബിൾ എന്ന് പറഞ്ഞാൽ, സ്റ്റോറേജ് ക്ലാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഇതിലല്ല, ഒരു രജിസ്റ്റർ പർട്ടിക്കുലർ ആയിട്ടൊരു നമ്മുടെ ഈ പ്രോസസ്സറിനകത്തുള്ള ഒരു രജിസ്റ്ററിനെ അതിനുവേണ്ടി മാറ്റി വയ്ക്കും. പക്ഷെ അതിപ്പോൾ യൂസ് ചെയ്യാറില്ല. അത് പണ്ട് പ്രോസസ്സറും മെമ്മറിയൊക്കെ സ്ലോ ആയിരുന്ന സമയത്ത്. നൗ ദിസ് ഇസ് നോ ലോങ്ങർ റെലവെൻറ്റ്, അറ്റ്ലീസ്റ്റ് ഫോർ അവർ ടൈപ്പ് ഓഫ് programming, right? So as far as functions are concerned, this is almost everything. Okay, so ഇത്രയാണുള്ളത്. ഫങ്ഷൻ എങ്ങനെയാണ്, എന്താണ്, എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്, ആർഗ്യുമെൻറ്റ്സ് എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്, റിട്ടേൺ ടൈപ്പ് എങ്ങനെയാണ് വരുന്നത്, എന്നിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന വേരിയബിൾസിൻ്റെ ഒരു സ്കോപ്പ് അല്ലെങ്കിൽ ലൈഫ് ടൈം എന്ന് പറയുന്നത് എങ്ങനെയാണ്. ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് ഫങ്ഷൻ ആയിട്ടുള്ളത്. ആൻഡ് വി സോ സം സാമ്പിൾ പ്രോഗ്രാംസ്. ഓക്കെ, so with this I'm winding up functions, and I will give you some questions to do for the next lab. Thank you.